3 കിലോയോളം MDMA-യുമായി പിടിയിലായ പ്രതി ചാടിപ്പോയതെങ്ങനെ? പോലീസിന്റെ വീഴ്ച അത് മറയ്ക്കുന്നതാരെ? പ്രതിഷേധവുമായി യുവജന സംഘടന. മുക്കം നഗരസഭയിലെ 2 ഇടങ്ങളിൽ നിന്നായി ഏതാണ്ട് 2 കിലോ 800 ഗ്രാമോളം MDMA-യുമായിട്ടാണ് ഇയാൾ പിടിയിലാവുന്നത്. ആ പ്രതിയാണ് ഇപ്പോൾ പോലീസിനെ വെട്ടിച്ച് തന്നെ കടന്നു കളഞ്ഞത്. മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫ, 36 വയസ്സുള്ള ഈ മുഹമ്മദ് ഹനീഫയാണ് തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഗുജറാത്തിലെ വഡോദരയ്ക്ക് സമീപം ആ ട്രെയിനിൽ നിന്നും രക്ഷപ്പെട്ട് കളഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് മുഹമ്മദ് ഹനീഫയെ ഈ മുക്കം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് MDMA-യുമായി പിടികൂടുന്നത്. പിന്നീട് ഇയാൾ റിമാൻഡിലായി. അങ്ങനെ ഈ പ്രതിയെ കഴിഞ്ഞ ദിവസം കൂടുതൽ തെളിവെടുപ്പിനായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. മുക്കത്തെ ഇൻസ്പെക്ടർ അടക്കം 6 പേരടങ്ങുന്ന സംഘമാണ് ആ പ്രതിയുമായി തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് പോയത്. ഈ ട്രെയിനിൽ പോലീസുകാർ ഉറങ്ങുന്ന സമയത്ത് ആ പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇയാൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടു. എന്നിട്ടും ആ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല. ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, 6 പോലീസുകാരുണ്ടായിരുന്നു. എന്നിട്ടും ആ 6 പോലീസുകാർ നോക്കി നിൽക്കെ, അല്ലെങ്കിൽ അവർ അവിടെ കിടന്നുറങ്ങുമ്പോൾ ചാടിപ്പോയ ആ പ്രതി അത് പോലീസിന്റെ വീഴ്ചയാണ് എന്ന് ആർക്കും ബോധ്യമാകും. ആ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കാത്തതിലും വലിയ പ്രതിഷേധം വരുന്നുണ്ട്. പ്രതിയുടെ ബന്ധങ്ങളും കാര്യങ്ങളുമെല്ലാം അന്വേഷിച്ച് പോയ പോലീസ് ഡൽഹി കേന്ദ്രീകരിച്ചും മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുമെല്ലാം ഈ സാധനം, മയക്കുമരുന്നുകൾ, ലഹരി കൊണ്ടുവരികയും വിൽപ്പനയും നടത്തുക ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഡൽഹിയിലേക്കോ മറ്റോ സംസ്ഥാനങ്ങളിലേക്കോ തെളിവെടുപ്പിനോ ആളുകളെ പിടിക്കുന്നതിന് വേണ്ടിയോ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന വ്യക്തി ഈ പോലീസിൽ നിന്നും രക്ഷപ്പെട്ടു എന്നൊരു വാർത്തയാണ് പുറം ലോകം അറിയുന്നത്. ഗുജറാത്തിലെ വഡോദരയിൽ വെച്ചെങ്ങാനമാണ് എന്നാണ് പോലീസ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരു 3 കോടിയിലധികം വരുന്ന രൂപയുടെ ലഹരി പിടിച്ചെടുത്ത ഒരു പ്രതി, അദ്ദേഹം ഈ നാട്ടിലൊക്കെ, കോഴിക്കോട് ജില്ലയിലും നമ്മുടെ കേരളത്തിലൊക്കെ വിവിധ ഭാഗങ്ങളിലേക്ക്, ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വലിയ ലഹരിയുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഏജന്റായും അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറായും എല്ലാം പ്രവർത്തിക്കുന്നു എന്ന് പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളെ ഈ തെളിവെടുപ്പിനോ ആളുകളെ പിടികൂടുന്നതിനോ കൊണ്ടുപോകുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വെച്ച് 6ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിട്ടും പ്രതി രക്ഷപ്പെട്ടു എന്നതാണ് പോലീസിന്റെ ഭാഷ്യം. ഈ പ്രതി രക്ഷപ്പെട്ടു 6 ദിവസമോ 1 ആഴ്ച പിന്നിട്ടു. ഇപ്പോൾ ദിവസങ്ങളോളം പിന്നിട്ടു, 10 ദിവസത്തോളമായി. പോലീസിന്റെ അടുത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഡിവൈഎഫ്ഐയുടെ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്കും DGPക്കും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഈ അന്തർ സംസ്ഥാന ബന്ധവും ലഹരി മാഫിയ തലവനുമാണ് ഈ പ്രതി. ആ പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടി എന്നുള്ളതാണ് ഈ യുവജന സംഘടനകൾ ആരോപിക്കുന്നത്. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി അതീവ സുരക്ഷയുള്ള സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ എങ്ങനെ വഴിയൊരുങ്ങി? അകമ്പടി പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിക്കാതെ ആ പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഒത്താശ അവിടെ ആ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാരിൽ ഒരാളെങ്കിലും ചെയ്തിട്ടുണ്ടാകണം. പോലീസിന്റെ 6ഓളം വരുന്ന പോലീസുകാർ ഈ പ്രതിയുടെ കൂടെയുണ്ട്. കൈവിലങ്ങ് ധരിപ്പിച്ചാണ് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. അങ്ങനെ കൈവിലങ്ങ് ധരിച്ച ഒരു പ്രതി 6 പോലീസുകാരെ കൺവെട്ടിച്ച് ട്രെയിനിൽ നിന്നും യാത്രാമധ്യേ രക്ഷപ്പെടണമെങ്കിൽ അതിൽ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, സഹായം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ കൂടി അന്വേഷണവും നടപടിയും ഉണ്ടാവേണ്ടതുണ്ട്. വിപണിയിൽ 3 കോടിയോളം രൂപ വില മതിക്കുന്ന MDMA-യാണ് അയാളിൽ നിന്ന് പോലീസ് പിടികൂടിയത്. അതിനാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. കാരണം അതൊരു വലിയ സംഘത്തിന്റെ ഭാഗമാണ്, വലിയൊരു ലഹരി തലവൻ തന്നെയാണ് ഈ ഹനീഫ എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് തെളിവെടുപ്പിനെ കൊണ്ടുവരുന്നത്. ഇയാൾ ഈ മൃഗക്കച്ചവടം, പോത്ത് കച്ചവടത്തിന്റെ പണിയുണ്ടായിരുന്നു.
അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയത് അത്തരത്തിലാണെന്നാണ് പോലീസ് കരുതുന്നത്. ഡൽഹിയിൽ നിന്നും ബംഗളൂരിൽ നിന്നും ഇയാൾ ലഹരി എത്തിക്കാറുണ്ട് എന്നും പോലീസ് പറയുന്നു. വർഷങ്ങളായി ഒഡീഷയിൽ നിന്നും ഈ കന്നുകാലികളെ ഇറക്കി ആന്ധ്രയിലും മറ്റും വിൽപ്പന നടത്തിയിരുന്ന ഹനീഫ പിന്നീട് ഇത്തരത്തിൽ ലഹരി കച്ചവടത്തിലേക്ക് കടക്കുകയായിരുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.